നമ്മുടെ ഈ വർഷത്തെ പൊതിയിടൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഉണ്ടാവുമായിരിക്കും ഇതുപോലെ. പിള്ളേർ സ്കൂൾ തുറക്കുമ്പോഴത്തേനും ബുക്ക് പൊതിയിടാനായിട്ട് ഇഷ്ടം പോലെ. മക്കളെ, ഞങ്ങളൊക്കെ പഠിച്ചോണ്ടിരുന്ന സമയത്ത് നമ്മുടെ പപ്പയും മമ്മിയും ഒന്നും ഇട്ട് തന്നിട്ടില്ലല്ലോ. ഞങ്ങളുടെ ബുക്ക് ഞങ്ങൾ തന്നെ പൊതിഞ്ഞോണ്ടിരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണോടാ? ഇനി ഇത് ഇത്രയും പൊതിയിട്ട് കഴിഞ്ഞ് 2 ബുക്കും കൂടെ പൊതിയിടാൻ ബാക്കിയുള്ളൂ. ഇവാക്കുട്ടിയുടെ നാളത്തെ കൊണ്ടുപോകാനുള്ളത് ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു ബാഗില്. ഇവക്കുട്ടിയുടെ ബാഗ് എങ്ങനെ എടുത്തുവെച്ചാ അത് ഫസ്റ്റത്തെ ഇത് കണ്ടോ, ഇത് ഇവാക്കുട്ടിയുടെ ബാഗ്. ഇത് LKG മുതലുള്ളതാ. LKG UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഇതും കൊണ്ട് അവള് പോയി. ഇനിയിപ്പോ ഇതെല്ലാം പോയി, നാരും പേരൊക്കെ പോയി വിട്ടു അല്ലേ. പുതിയ ബാഗ് മേടിച്ചു ഇവാക്കുട്ടിക്ക് ഈ വർഷത്തിന് വേണ്ടിയിട്ട്. ഇവാക്കുട്ടി പഴയ ബാഗ് ഉപേക്ഷിക്കൂല. ഈ ഒരു പിക്ചറും ഇതുള്ളത് ഇവാക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇത് കളയാതെ കൊണ്ടു നടന്നുകൊണ്ടിരുന്നു ഇവാക്കുട്ടി. ഇന്ന് കുഞ്ഞു ഒതുക്കമുള്ള ബാഗായിരുന്നു അല്ലേ. LKG പഠിക്കാനൊക്കെ നല്ല ബാഗായിരുന്നു. അപ്പൊ അതെന്റെ പുതിയ ബാഗ്. അടുത്ത വർഷം നമ്മൾ സ്വന്തമായിട്ട് പൊതി കിടണം കേട്ടോ. അതെ അതെ, ഈ ഫെസിലിറ്റി ഈ വർഷം കൂടെ ഉള്ളു കേട്ടോ. അതിന്റെ ഇടയ്ക്ക് ഇതൊക്കെ ഒട്ടിക്കുവാണ് അവിടെ ഇരുന്നോണ്ട്. ഇത് ഉപയോഗിക്കുന്നതല്ലേ ക്രയോൺസ്. ഇതാരാണ് സ്കൂളിൽ പോകുന്നത്? ഇതൊക്കെ എങ്ങനെ കൊണ്ടുപോകും? ഇങ്ങനെ പിടിച്ചോണ്ട് പോകേണ്ടി വരുമല്ലോ. അടുത്ത ആഴ്ച സ്കൂളിൽ പോകണം. ഇസക്കുട്ടി ബാഗ് ഇട്ട് നിൽക്കുന്നുണ്ട്. അടുത്ത ആഴ്ച പോണ്ടേ? ഇതിപ്പം നോട്ട്ബുക്ക് ഇവക്കുട്ടിയുടെ ഇട്ട് കഴിഞ്ഞു. കാരണം ഇവക്കുട്ടിക്ക് രാവിലെ 6:30 പോകേണ്ട കാരണം ഇവക്കുട്ടിയുടെ എല്ലാം ശരിയാക്കി. കാരണം രാവിലെ ഇനി ഒന്നിനും സമയമില്ലല്ലോ. അതുകൊണ്ട് ബാഗിൽ ഇതിനകത്തെല്ലാം എടുത്തു വെച്ചു. ഇത് ഇതേപടി എടുത്ത് അതിനകത്തേക്ക് വെച്ചോ. ഫസ്റ്റ് ദിവസം പുതിയ ബാഗിൽ പൊക്കോ. ഇത് പോയി മോനെ അപ്പടി. ഇത് ഉപയോഗിക്കാതെ കൂടി ഇരുന്നപ്പോഴത്തേനും അപ്പടി പോയി. അമേരിക്കൻ ടൂറിസ്റ്റർ ഇവക്കുട്ടി പോകുന്നത്. കഴിഞ്ഞോ? സർവീസ് മതിയോ? അല്ല, ടെക്സ്റ്റ് ബുക്ക് നാളത്തേനുള്ളതെല്ലാം ഞാൻ പൊതിയിട്ട് വെച്ചു. ഞാന് ഇതിനകത്ത് പൊതിയിട്ട് വെച്ചത്. ഇതൊക്കെ നാളെ കഴിഞ്ഞ് നമുക്ക് കൊണ്ടുപോകാനുള്ള ടൈം ടേബിൾ വന്നു. ഇപ്പം ബാക്കിയും കൂടെ വേണ്ട. നാളത്തേനെല്ലാം സെറ്റാക്കി. ടെക്സ്റ്റ് നോട്ട് നാളെ കൊണ്ടുപോകാനുണ്ട് 3 എണ്ണത്തിന്. നാളെ പിന്നെ മാത്സും ഇംഗ്ലീഷും സയൻസും മാത്രം നാളെ കൊണ്ടുപോയാൽ മതി. ടെക്സ്റ്റ് ബുക്കും കൊണ്ടുപോകണം, നോട്ട് ബുക്കും കൊണ്ടുപോകണം, ഒരു വർക്ക് ബുക്കും പൊതിയിട്ടില്ല. അത് വേണ്ടല്ലോ. വർക്ക് ബുക്ക് പൊതിയിട്ടില്ല, അത് വിടണോ? കീറിപ്പോവല്ലേ? പുറന്നാള് കീറിപ്പോയി. ഇനി വർക്ക് ബുക്ക് നമ്മൾ പുറത്തുനിന്ന് മേടിച്ചാണ്ട് ഇനി തീരെ കട്ടിയില്ല അതിന്. ഓ, ഇസാന്ന് എഴുതിയോ? ഇത് നോക്കച്ചാ, ഇസാന്ന് എഴുതിക്കേണ്ടി വന്നു. കറക്റ്റ് എഴുതിയേക്കുന്നെ. കുട്ടി പഠിച്ചു പോയി. അതിന്റെ ഇവിടെ കൊണ്ട് എഴുതി വെച്ചു കറക്റ്റ്. മിടിക്കുകയാണേ ഇസ. ഇവിടെ എഴുതേണ്ടതല്ലേ? കുറച്ച് കൊഞ്ചല് കൂടുതലുണ്ടല്ലോ. കുട്ടി ഇനി അവിടെ പോയി കൊഞ്ചുവോ? അവിടെ പോയിട്ട് കൊഞ്ചാനൊന്നും പറ്റൂല കേട്ടോ. LKG 1 ആയി. ഇനി കൊഞ്ചാനൊന്നും പറ്റൂല. ഇവിടുത്തെ സ്മോൾ ബേബി ആയതുകൊണ്ട് കുഴപ്പമില്ല. സ്കൂളിൽ ചെല്ലുമ്പോ അവിടെ എല്ലാരും സ്മോൾ ബേബീസാ. LKGയിലുള്ള എല്ലാ പിള്ളേരും സ്മോളാ. കൈവായി വെച്ചേക്കരുത്. ഇനി കൈവായി വെച്ചേക്കരുത്. നാളെ പോലെ കുട്ടി നാളെ ഏതാ ടീച്ചർ? പുതിയ ക്ലാസ് ടീച്ചറിന്റെ പേരൊക്കെ അറിയാവോ? എന്താ പേരെന്ന് അറിയില്ല. അഞ്ജലി അല്ലേ? അല്ലല്ല, ടീച്ചറിന്റെ പേര് ഞാൻ പറയാം. ടീച്ചറിനെ ഈ ടൈം ടേബിളിനകത്ത് കണ്ടാ അറിയാം. നിമിഷ ടീച്ചറിന്റെ പേര്. നിമിഷ മാമ കേട്ടോ. പണ്ടേ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, നാവടക്കൂ പണിയെടുക്കൂന്ന്. കേട്ടിട്ടുണ്ടോ? ഞാൻ മടുത്തച്ച, ഞാൻ കൊറേ നേരം ചെയ്ത് തുടങ്ങിയിട്ട്. അതുപോലെ നാവടക്കൂ പണിയെടുക്കൂ. ഞാൻ ഇതെല്ലാം എഴുതി. എക്സ്ട്രാ വന്ന ബുക്ക് മാത്രമേ ഞാൻ എഴുതാത്തേ ഉള്ളൂ. കൈ കൊണ്ട് സംസാരിക്കല്ലേ, നാക്കൊണ്ട് സംസാരിക്കേ. കൈ കൊണ്ട് പണിയെടുക്കുക. വേറെന്നായിരുന്നു ARDO.
ടൈം ടേബിൾ നോക്കിക്കൊണ്ടിരിക്കണം. നാളെ ഇവക്കുട്ടിക്ക് എത്ര മണി എപ്പോഴാണ് പോകണ്ടേ? 6:30ക്കോ? ആഹാ 6:30 കുറവാ. വേഗം പോയി കിടന്ന് ഉറങ്ങിക്കോ. ഇവരെ ടൈം ടേബിളിനകത്തില്ലേച്ചാ ഓരോ സബ്ജക്റ്റും പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ പേരൊക്കെ ഉണ്ട്. ആണോ? അത് അവിടെ എഴുതല്ലേ? എല്ലാ വർഷവും 8 പീരീഡ് ആയിരുന്നു. ഇപ്രാവശ്യം 7 പീരീഡേ ഉള്ളൂ. ക്ലാസ് തുടങ്ങുമ്പോഴും ക്ലാസ് തീരുമ്പോഴും ക്ലാസ് ടീച്ചറിന് കുറച്ച് സമയം കൊടുത്തിട്ടുണ്ട്. ആണോ? ഇവക്കുട്ടി അവിടെ എഴുതല്ലേ? അടി കിട്ടോ 2 രൂപ? ഈ അറബിക്കിനെ എപ്പോഴും നമ്മുടെ മലയാളി ടീച്ചർമാര് ആയിരുന്നു നല്ലത്. അറബിക്ക് പഠിപ്പിക്കുമ്പോഴേ അവരാകുമ്പോൾ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും, പിള്ളേർക്ക് മനസ്സിലാവുന്ന പോലെ. കഴിഞ്ഞ വർഷത്തെ ഇവക്കുട്ടിയുടെ ടീച്ചർ നല്ലോണം പഠിപ്പിക്കുമായിരുന്നു. ഇനി ടെക്സ്റ്റ് ആ അത് ഹിന്ദിയുടെ അല്ല കമ്പ്യൂട്ടറിന്റെ ടെക്സ്റ്റ് ബുക്ക്. സജി നീ മുതലാക്കണോ? ഏതങ്കൂട്ടാ അവിടെ ഇരുന്ന് വിശ്രമിക്കാതെ ബുക്കൊക്കെ എടുത്ത് പൊതിയടാ. അതാണ്ടാ ഏറ്റവും ഇവിടെ ഇരിക്കുന്നടാ. വൺസിയോ വൺസി എത്തിയോ? ഇസക്കുട്ടിക്ക് അടുത്ത ആഴ്ച പോണ്ടേ? അടുത്ത മൺഡേ 14 അല്ലേ? 6:30 അല്ലേ? ഇസക്കുട്ടി രാവിലെ നേരത്തെ കടന്ന് ഉറങ്ങിയിട്ട് നേരത്തെ എണീറ്റ് ശീലിച്ചോ കേട്ടോ. ഒരാഴ്ച ഉള്ളു സമയം. രാവിലെ നേരത്തെ കിടന്നോ? അക്ഷരപിശാശ്. രാത്രി നേരത്തെ കിടന്ന് ഉറങ്ങാൻ അല്ലേ ഉദ്ദേശിച്ചേ? ഞാനെന്താ പറഞ്ഞേ? രാവിലെ നേരത്തെ കിടന്നുറങ്ങി രാവിലെ നേരത്തെ കഴിക്കണം. സംഭവം മനസ്സിലായില്ലേ നിനക്ക്? എന്താ നല്ലത്? രാവിലെ എങ്ങനെയാ നേരത്തെ കിടന്നുറങ്ങിയിട്ട് രാവിലെ തന്നെ നേരത്തെ എണീക്കുന്നത്? വിങ്സ് ഓഫ് ഹോപ്പ്. എന്തോരം കാര്യമുള്ള കാര്യം പറഞ്ഞു, അതൊന്നും മനസ്സിലായില്ല. ഇത് ഒരു തെറ്റ് പറയുമ്പോഴത്തേക്കും ചാടിക്കറി പിടിച്ചേക്കുന്നല്ലേ? അത് നിങ്ങൾക്ക് അറിയില്ലേ, നമ്മള് ഒരു മനുഷ്യന് തെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് പെട്ടെന്ന് എളുപ്പമാണ്. അയാൾ എന്തെങ്കിലും നന്മ ചെയ്താൽ പെട്ടെന്ന് അറിയൂലല്ലോ. അതിനിപ്പോ വാർത്തയാണെങ്കിൽ പോലും അങ്ങനെയല്ലേ. മോശം ആണെങ്കിൽ പെട്ടെന്ന് അത് എങ്ങനെയെങ്കിലും ഒക്കെ പരന്ന് അത് മൊത്തം ആവും അല്ലേ. നല്ലതാണെങ്കിൽ അത് ആരും പറയത്തുമില്ല. വേഗം പുതിയ വേഗം പേരെഴുതാൻ മാത്രം ഇരിക്കുവല്ലേ അങ്ങോട്ട്? അതെന്താ പറ്റിയേ? അവിടെ കൈ വെക്കല്ലേ, ഇതൊക്കെ എന്റെ പണിയായുധങ്ങൾ. അതിന്റെ ഇടയ്ക്കൊന്നും കൈ വെക്കാൻ പാടില്ല. അവിടെ എവിടെയെങ്കിലും കൊണ്ട് കൈ വെച്ച് വെറുതെ കൈയൊന്നും കളയണ്ട. നാണക്കേടാണേ ടീച്ചറെ. ഇതേ കൈ വായിലിടുന്നു കൊച്ച്. ടീച്ചറെ ഈ KG1 കൊച്ച് കൈ വായിലിടുന്നു. സ്റ്റാപ്ലർ എന്ത് വെച്ചാ ഇത് ഞാൻ സ്റ്റാപ്ലർ ഞാൻ ഒട്ടിക്കാം. അയ്യോ എഴുതാം വേണ്ട, വേഗം എഴുതാം. അടുത്തിട്ടു. അച്ഛാ ഒരു മനുഷ്യൻ പകൽ അന്ത്യോളം ഓഫീസിൽ പോയി പണിയെടുത്ത് വന്നിട്ട് ആ മനുഷ്യനെ കൊണ്ട് ബാക്കി ഇവിടെ വന്നിട്ട് പുസ്തകത്തിന് പൊതിയാക്കി ഇടിപ്പിക്കും അല്ലെ? എന്തൊക്കെ മോശമാണ്. ഇങ്ങനെയൊന്നും പറയില്ല, ആൾക്കാരെല്ലാം കൂടെ എന്നെ ചീത്ത വിളിക്കും. ഇവക്കുട്ടിയുടെ ബുക്കെല്ലാം എല്ലാം സെറ്റായി, പക്ഷെ ഇവക്കുട്ടി മാത്രം സെറ്റ് ആയിട്ടില്ല. വേഗം പോയി കിടന്ന് ഉറങ്ങിയാ രാവിലെ നേരത്തെ എണീക്കാം. ഞാൻ കുറെ നേരം കൊണ്ട് പറയുന്നു പോയി കിടന്ന് ഉറങ്ങിക്കാൻ മോളെ. വിളിച്ചെണീപ്പിക്കൂലോ മറന്നാലും. മറന്നിട്ടൊന്നും കാര്യമില്ല. 6:30 വിളിച്ച് എണീപ്പിക്കും. ഹിന്ദി കമ്പ്യൂട്ടർ വേഗം പോയി കിടന്ന് ഉറങ്ങിക്കാം. ഇവക്കുട്ടി വേഗം പോയി ഉറങ്ങും മോളെ, എന്നാ ക്ഷീണം ഉണ്ടാവൂല. കമ്പ്യൂട്ടർ ആർക്ക് കുഴപ്പമില്ല കുഴപ്പമില്ലെന്ന് പറയുന്നത് രാവിലെ വന്ന കാര്യം ഒറ്റ കാർച്ചയാ. ഏതെങ്കിലും നാളെ രാവിലെ വിളിച്ച് നിൽക്കോളെ. ഏതെങ്കിലും നാളെ ഇവാക്കുട്ടീനെ കൊണ്ടുവിടാൻ വേണ്ടി ഞാൻ വിളിച്ചെണിപ്പിക്കും. ഏതെങ്കോട്ടനായിരിക്കും ഇവക്കുട്ടിനെ കൊണ്ടുവിടുന്നത് കേട്ടോ. ഓക്കെ, ഓരോ ആൾക്കാർക്കും ഡ്യൂട്ടി വീതിച്ചു കൊടുക്കാം. ഇനി ഓരോ ആൾക്കാർക്ക് ഡ്യൂട്ടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക്. അമ്മ മാത്രല്ല ഞാനില്ല. ഒരു കാര്യം ചെയ്യാം, അമ്മ രാവിലെ 5 മണിക്ക് എണീറ്റിട്ട് നിങ്ങളെ രണ്ടുപേരെ റെഡിയാക്കാം. അപ്പച്ചി നമുക്ക് 6:30 വിളിച്ചെണിപ്പിച്ചിട്ട് 6:30 കൊണ്ടുവിടാനൊക്കെ ഉണ്ടാവും. നിനക്ക് നാളെ ക്ലാസ് ഉണ്ട്. ഞാനൊക്കെ നേരത്തെ എണീറ്റിട്ടാ ഓഫീസിൽ പോകുന്നത് അറിയാവോ. ഞാൻ രാവിലെ എനിക്ക് നല്ല പണി എനിക്ക് പല്ലൊക്കെ തേക്കും. കിടന്നു
എന്നിട്ട് ഞാൻ ഷായച്ചിനോട് വിളിച്ചിട്ട് പറഞ്ഞു, ഷായച്ചി ഒന്ന് എന്നെ കൊണ്ടുപോയിടുവോ, എനിക്ക് ഷായച്ചി കൊണ്ടുപോയിടുന്ന ഇഷ്ടം. അപ്പൊ ഷായച്ചി പറയും, ഞാനൊന്ന് സ്വൈരത്തിൽ ഉറങ്ങട്ടെ, എനിക്കിന്ന് ഉറക്കമേ കിട്ടിയിട്ടില്ല. സത്യല്ലേ? എന്നിട്ട് ഉറങ്ങി കിടക്കും. ചേച്ചി എത്ര ദിവസം കൊണ്ടുവിട്ടു മോനെ കൊച്ചിനെ കഴിഞ്ഞ കൊല്ലം? എത്ര ദിവസം കൊണ്ട് വിട്ടല്ലേ? 2 പ്രാവശ്യം. കൊച്ചിന് നല്ല ഓർമ്മ ഉണ്ടാകും. 2 പ്രാവശ്യം കൊണ്ടുവിട്ടു. ആ അതങ്ങ് പറഞ്ഞു അത് കൊടുത്തേ. ആഴ്ചയിൽ ഒരു ദിവസമല്ലേ ഉള്ളൂ. സൺഡേ സ്കൂളിലേക്ക് ആരാ കൊണ്ടുവന്ന് പറഞ്ഞു കൊടുത്തേ കൊണ്ട്. ഒരാഴ്ച പോയി 2 ആഴ്ച പോകുകയല്ല. പോടാടന്ന് ആഴ്ചയിൽ 5 ദിവസം കൊണ്ടുവിടുന്ന അമ്മയാണോ രാവിലെ? അത് ഇവിടുന്ന് താഴെ വീട്ടിലേക്ക് ഇറങ്ങിയാൽ മതി, താഴേക്ക് ഇറങ്ങിയാൽ മതി. എന്നാണ് അത് 6:30ക്കാണോ നിങ്ങൾ പോകുന്ന? എപ്പോഴാ? 7:45. അല്ല കേട്ടോ, 2 പാശം. 2 പാശം ബാക്കുട്ടിനെ കൊണ്ടുവിട്ടു. എത്ര പാശം നിന്നെ കൊണ്ടുവിട്ടു? 2 പാശം. 2 പാശം അല്ലേ? നീ ഈ ചെവിയെ ഞുള്ളിക്കൊടി. അമ്മക്ക് തീരെ തല പൊങ്ങൂല. ഇങ്ങനെ നോക്ക്, ഉറപ്പ് വരുത്തും, എന്നിട്ടേ പോകും. എന്റെ ചെവിയല്ല, നിന്റെ ചെവിയെ ഞുള്ളിക്കോളാൻ. നിന്നെ ഈ ആഴ്ച പള്ളിയിൽ ആരാ കൊണ്ടുപോകുന്നത് ഞാണെന്ന് അറിയണല്ലോ. പള്ളിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അതാ കൊച്ചില്ലെന്ന് പറഞ്ഞില്ലല്ലോ. അതല്ലേ ഏത് പറഞ്ഞേ? ഒരാഴ്ച പോകാൻ 2 ആഴ്ച പോകുകയല്ലോ. നിന്നെ ഈ മുറ്റത്ത് താഴേക്ക് ഇറക്കുന്ന പോലല്ല, ഇവിടുന്ന് താഴെ ഇറക്കി വണ്ടി കയറ്റി പള്ളിയിൽ കൊണ്ടുപോയി അവിടെ നിന്ന് വരെ വെയിറ്റ് ചെയ്ത് തിരിച്ച് വീണ്ടും തിരിച്ച് വീട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്നു. ആരാണ്? എപ്പോഴാണോ? അല്ല, അതിപ്പോ ഞാൻ പറഞ്ഞപ്പോഴാ ഓർത്തേ. എത്ര പാശം? അച്ഛാ, ഏതും കൂട്ടറിനെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഒക്കെ ആയിരുന്നു ആരാ കൊണ്ടുവിട്ടോണ്ടിരുന്നേ? ഞാനല്ലേ. അത് കഴിഞ്ഞ് ഒരാഴ്ച ഞാൻ കൊണ്ടുവിടാന്ന് പറഞ്ഞേ പോയേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ പിന്നെ എല്ലാ ദിവസവും അത് എന്റെ ഡ്യൂട്ടിയായി. അല്ല, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അല്ല, ഇവിടെ വന്നിട്ട് ഞാൻ അമ്മയല്ലേ കൊണ്ടുവിട്ടോണ്ടിരുന്നേ ആദ്യം 1 വർഷം. യുവാക്കുട്ടിയുടെ വന്നപ്പോഴാണ് ഒപ്പിച്ച് കൊണ്ടുവിടാൻ തുടങ്ങിയത്. 2 പേരും കൂടെ ആകുമ്പോൾ ആ മെട്രോ വരെ പോകാൻ പറ്റുന്നില്ല, ഓടണ്ടോണ്ട്. ആദ്യം ഞാനായിരുന്നു ഏതൻകുട്ടിനെ തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ശനിയാഴ്ച. ഇപ്പൊ വെറുതെ ഇരിക്കാതെ പണിയെടുക്കണേ. പിന്നില്ലേ ഈ ടെക്സ്റ്റ് ബുക്ക് ഒരെണ്ണത്തിലാണ്, നോട്ട് ബുക്ക് ഒരെണ്ണത്തിലാണ്, അങ്ങനെ വേണം ഇടാൻ. എന്നാ ഇട്. ഞാൻ അങ്ങനെയായിരുന്നു കഴിഞ്ഞ വർഷം ഇട്ടുകൊണ്ടിരുന്നത്. എനിക്ക് 3 കള്ളിയുള്ള ബാഗ് വേണം. അത് കാരണം ഒരെണ്ണത്തിൽ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും, ഒരെണ്ണത്തിൽ നോട്ട് ബുക്ക് പൗച്ചും, ഒരെണ്ണത്തിനകത്ത് ടെക്സ്റ്റ് ബുക്ക്. എന്നാലും നമുക്ക് എടുക്കാനും വെക്കാനൊക്കെ എളുപ്പമാണ്. നല്ല സോഫ്റ്റ് ആണല്ലോ. ബുക്കിനൊക്കെ ബുക്ക് അവിടെ എത്തുന്നത് ഉറങ്ങിപ്പോലെ കുട്ടി. നല്ല ബെഡ് പോലത്തെ സാധനം. കുട്ടിനെ പോലത്തെ തന്നെ ബുക്ക് ഉറങ്ങി പോകാൻ സാധ്യതയുണ്ട്. ബസ്സിൽ ഉറങ്ങാറില്ലേ? ബസ്സിലോ? ഒരു ദിവസം ഞാനോർത്ത് ഇവള് ബസ്സേ കയറി ഇരുന്നപാടെ ഇരുന്ന് ഇങ്ങനെ ഇരിക്കുക. കാരണം ഇവിടുന്ന് ഉറക്കം വരുവാന്ന് പറഞ്ഞ കാറി കൂകിയ പോയത്. ഞാൻ പേടിച്ചു ഇവള് ഉരുണ്ട് വീഴുവോന്ന് ഓർത്തു. ഞാൻ കുറെ നേരം നോക്കിന്ന് ബസ് പോകുന്നിടം വരെ നോക്കുമ്പോ ഇങ്ങനെ. വേറെ കാര്യമുണ്ട്, ഇവിടെ കൊണ്ടുവിടാൻ പോയിട്ടുണ്ടെങ്കില് നിന്നെത്ര 2 വശമല്ലേ കൊണ്ടുവിട്ടത്? 2 വാശം. 2 വാശം കൊണ്ടുവിട്ടിട്ട് നമ്മള് ബസ്സൊക്കെ കയറ്റി വിട്ടിട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും കൊച്ചു നമ്മൾ തിരിഞ്ഞു നോക്കും, ടാറ്റ തരുന്നൊക്കെ. എവിടെ അന്നേരം ഇവരിങ്ങനെ പോവാ. ഇല്ലില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. ഇവള് മിക്കപ്പോഴും അവിടെ പോയി നേരെ നമ്മള് ആലോ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും ഇരിക്കുന്നതിന് മുമ്പ് പോകും ചിലപ്പോ. കാരണം ഇവര് ID കാർഡൊക്കെ ടാഗ് ചെയ്ത് ഇങ്ങനെ നടന്നു പോകുമായിരിക്കും ബസ് പോകുമ്പോ. ഏതും ഒക്കെ അങ്ങനെയാ, ഏതൊന്നും നോക്കത്തില്ല. കാരണം ഏതും ഇങ്ങനെ നടന്നു പോകുമായിരിക്കും ബസ് പോകുമ്പോ. അതമ്മ പറയാറുണ്ടല്ലേ, അമ്മ ഇസക്കുട്ടിയും പറയാറുണ്ട്. ഏതുവിന് എന്നാന്ന് വെച്ചാൽ ഇങ്ങനെ ചുറ്റി വരുമ്പം കാണും. ഇവന്റെ അങ്ങനെയല്ല, ഇവന്റെ ഈ വശത്ത് വന്നിട്ട് ഇങ്ങനെ അങ്ങ് പോയിട്ട് അങ്ങ് തിരിഞ്ഞു പോകും. ഒരു ദിവസം പഴയതാന്നേ ഉള്ളൂ. ഇസക്കുട്ടി ഞാൻ ഫുഡ് കഴിക്കുമ്പോ രാവിലെ എനിക്ക് ഫുഡ് കഴിക്കുമ്പോ സ്കൂളിൽ പോകാൻ കൊച്ച് അങ്ങ് എണീറ്റ് അങ്ങ് വന്നത് രാവിലെ കൊച്ചു വന്നു. ചാച്ചി വരാത്തപ്പോ. നീ എന്നോട് മിണ്ടണ്ട. നീ 2 പല്ല് വരുന്നുണ്ട് ഈ 2 സൈഡില്. എത്ര നാള് ഇങ്ങനെ കൊണ്ടുവിട്ട് 2 ഭാഷം കൊണ്ടുവിട്ടുള്ളത് അല്ലേ? നീ ഏറ്റവും 10 വട്ടം ഞാൻ കൊണ്ടുവിട്ടിട്ടുണ്ട്. പിന്നെ ഇല്ലില്ല, കൊച്ചു പറഞ്ഞ പാഷം കറക്റ്റാ. അതാന്ന് ഒരു ദിവസം അന്ന് ഇവിടെ ലേറ്റ് ആയിട്ട് കൊണ്ടുവിട്ടാണ് എനിക്ക് 600 രൂപ ഫൈൻ കിട്ടിയത്. സ്പീഡ് കൂടിയിട്ട്. കൊച്ചു ലേറ്റ് ആയല്ലോ എന്ന് പറഞ്ഞു വേഗം വണ്ടിയൊക്കെ എടുത്ത് പാഞ്ഞു പോയതാ. ഒരു ഫോട്ടോയും എടുത്തു ക്യാമറ. 2 പാശം. 2 പാശം
2 പ്രാവശ്യം ഇന്ന് ഉറങ്ങിയിട്ടില്ലെങ്കിൽ 2 പ്രാവശ്യം രാവിലെ എണീക്കൂല. 11 കാലായി. വേഗം പോയി ഉറങ്ങാ രാവിലെ. എനിക്ക് ഉറക്കമില്ല. അതെന്താ എന്നിട്ട് രാവിലെ കരയാനാ. ഞാൻ പറയും 5 മിനിറ്റ് 5 മിനിറ്റ് കിടന്ന ബസ് പോവുകയെ. കാരണം ഞാൻ ഇവളെ മാക്സിമം ഉറങ്ങിക്കോട്ടെ നോത്തോണ്ട് കുറച്ച് കഴിഞ്ഞാ വിളിക്കുന്നേ. അപ്പൊ ഇവള് വീണ്ടും 5 മിനിറ്റ് കിടന്ന എന്തായിരിക്കും അവസ്ഥ? ഞാൻ അങ്ങനെ നേരത്തെ വിളിക്കില്ല. ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് നല്ല അവസ്ഥ പറയുന്നവർ എത്ര മണിക്ക് എണീക്കുന്നേ? 10 മണിക്ക്. പിന്നെ 10 മണിക്ക് എണീറ്റ് പോയാ മതി. രാവിലെ അങ്ങ് കിടന്നു. പിന്നെ അടുത്ത വർഷം ഞാൻ എന്തായാലും നേരത്തെ വിളിക്കും. അടുത്ത വർഷം ഞാൻ സ്കൂളങ്ങ് മാറ്റാം. വേറെ സ്കൂൾ രാവിലെ പോകുന്ന സ്കൂളിലങ്ങ് ചേർക്കാൻ ചേട്ടായിനെ. അപ്പൊ ചേട്ടായി രാവിലെ അന്നേരം നിനക്ക് ഉച്ചയ്ക്ക് വരാം. ഇവരുടെ കൂടെ തന്നെ കളിക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ നിനക്ക് കളിക്കാൻ സമയമില്ലല്ലോ. അയ്യോ വേണ്ട വേണ്ട. അപ്പൊ എനിക്ക് ടിവി കാണാൻ പറ്റൂല. ഇപ്പൊ ഇവാക്കുട്ടി വന്നിട്ട് സ്വസ്ഥമായിരുന്നു. ഇവാക്കുട്ടിക്ക് ഇഷ്ടമുള്ളത് കുറച്ചേരം കാണും. അത് ചേട്ടായി ഉള്ളത് നടക്കൂല. കുട്ടിക്ക് വലിയ താല്പര്യമില്ല. സ്കൂൾ തുറന്നാ പിന്നെ ടി വി അല്ല ഓഫ് ആക്കിയിടാ നമുക്ക് ടി വി. നീ സപ്പോർട്ട് അമ്മയ്ക്കല്ലേ? ഞാൻ ആലോചിക്കട്ടെ നീ ടി വി കാണണമെന്നേ. കമ്പ്യൂട്ടർ ഞാൻ ഓഫ് ആക്കി വെച്ചിട്ട് പോകും. കമ്പ്യൂട്ടർ ചുട്ട് വരുന്നേ കമ്പ്യൂട്ടർ ROUGH ബുക്ക് യുവാക്കുട്ടിക്ക് കേട്ടോ. നിനക്കത് അറിയായിരുന്നോ? കുട്ടിക്ക് അറിയായിരുന്നോ? ഇല്ല യുവാക്കുട്ടിക്ക് അറിയില്ലായിരുന്നു. കുട്ടിക്ക് അറിയാമെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചത്. ഇവാക്കുട്ടിക്ക് പലതിന്റെ സ്പെല്ലിംഗ് അറിഞ്ഞൂടാ. ഇവാക്കുട്ടി ഇന്നാണ് മാത്സ് അറിയായിരുന്നു അല്ലേ? മാത്സും ഇംഗ്ലീഷും മാത്രമേ അറിയത്തുള്ളൂ സബ്ജക്റ്റ്. അതെല്ലാം ഇത് ചോദിക്കുന്ന ഇവിടെ നമ്മൾ അറിഞ്ഞിടത്ത കാര്യം എഴുതി വെച്ചാൽ അവളെ ഏത് ബുക്കാന്ന് ഓർത്തോണ്ടിരിക്കും. എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയാം. എഴുതാൻ അറിയത്തില്ല. എല്ലാവർക്കും എല്ലാ കഴിവും കൊടുക്കുമല്ലോ കുട്ടി. അതാ ഞാൻ ഇവളോട് ചോദിക്കുന്ന ഓരോ ബുക്കും എടുത്തിട്ട് ഇവളെല്ലാം എഴുതാന്ന് വെച്ചിട്ട് എടുക്കും. ഇവളിങ്ങനെ ഇരിക്കും. നമുക്ക് പഠിക്കണം. ഇന്നാളെങ്ങാണ്ട് ഇവളേതോ ബുക്കിൽ വെച്ചാ ഇന്നാളില്ലേ ഇവള് എന്നോട് പറയണേ അമ്മ ആ ബുക്ക് വെച്ചെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെയാ എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവള് ബുക്കില്ലെന്ന് പറഞ്ഞ് എഴുതാണ്ട് വന്നു ഇന്നാള് പോയപ്പോ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഏതാ ഈ ബുക്കെന്ന് ചോദിച്ചത്. ഇതുവരെ ഇല്ലാത്തതല്ലേ. എന്താ ഇവക്കുട്ടിയുടെ കാര്യം കോമഡിയാ. കുഴപ്പമില്ല. നീയോ നീ ഇപ്പൊ എത്രയിലെത്തി? എത്ര? നാളെ ഒന്ന് സീല പോയിരിക്കണ്ട കേട്ടോ. 2ാം ക്ലാസ്സിലുള്ള ടീച്ചർ ഒന്ന് കൂട്ടും. ചിലപ്പോ കൂട്ടും. ജയിച്ചെങ്കിൽ കൂട്ടും, അല്ലെ കൂട്ടൂല. ജയിച്ചെന്ന് ആർക്കറിയാം? ജയിച്ചോ? ദൈവത്തിനറിയോ? നിനക്കറിയില്ലേ? നീയല്ലേ ഇപ്പൊ പറഞ്ഞേ? ടീച്ചറിനറിയാം, ഇവാക്കുട്ടിക്കാണ് അറിഞ്ഞത്. നാളെ അറിയാം ഇവാക്കുട്ടിയുടെ ക്ലാസ്സിലുള്ള എത്ര കൂട്ടുകാർ ഇവാക്കുട്ടിയുടെ ക്ലാസ്സിൽ തന്നെ ഉണ്ട്, ബാക്കി വേറെ ഡിവിഷനിലേക്ക് പിള്ളേർ മാറിപ്പോയോന്നൊക്കെ കേട്ടോ. ജോന ഓൾറെഡി മാറി അല്ലേ? ജോന 2B. അതുകൊണ്ട് ഇവാക്കുട്ടിക്ക് അത് അറിയാം. ഹാദിയുടെ കാര്യം അറിയത്തില്ല. നാളെ ചെല്ലുമ്പോൾ അറിയത്തുള്ളൂ. അതുവരെ ഒന്നും ആരും അറിയത്തില്ലാത്ത പിള്ളേരാ ഇവാക്കുട്ടിയുടെ. തിരിഞ്ഞിട്ടില്ല ആര്. നിന്നെ സ്കൂള് മാറ്റിയോ ഇവാക്കുട്ടി? ഇതും കൂടെ ബാഗിലെടുത്ത് വെക്കുന്ന നാളെ ഇല്ലേ ടീച്ചർ ഇംഗ്ലീഷും മാത്സും സയൻസും അല്ലാതെ വേറെ എന്തെങ്കിലും പഠിപ്പിച്ച് ഈ ബുക്കിൽ എഴുതണം കേട്ടോ, ഡേറ്റ് വിട്ടിട്ട്. അമ്മ അത് പൊതിയട്ടെ. അമ്മ ഇത്ര നേരം ഉടായ്പാക്കിട്ട് പേനൊക്കെ കൈ വെച്ചിട്ട് എഴുതുവാന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ഞാൻ എല്ലാം എഴുതി വെച്ചു. ഇവക്കുട്ടി ആകെ ഒരു പേന മര്യാദക്കുള്ളൂ. ഇതിലെല്ലാം പേന നശിപ്പിച്ചോളെ. ഷൈജു 2C എഴുതാൻ ഭയങ്കര പണിയാണല്ലോ. ഷൈജു 2C മാത്രല്ല ഏതാ സബ്ജക്റ്റ്. പിന്നെ എന്നൊക്കെ ഇരുന്നു ഇവക്കുട്ടി എഴുതാനുള്ള അത്രേ ഉള്ളു അല്ലേ? എനിക്കുണ്ടല്ലോ ഞാൻ ചില കാര്യങ്ങൾ ചെയ്യുമ്പം ഈ ഇടത്ത കൈ ആണെങ്കിൽ കുറച്ച് കൂടുതൽ ഫെസിലിറ്റി ഉണ്ട്. അയ്യേ ഇത് പൊതിയാൻ മുറിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അപ്പൊ നമ്മള് ഇവക്കുട്ടിയുടെ എല്ലാം ചെയ്തു. നാളെ കൊണ്ടുപോകാനുള്ളത് മൊത്തം ചെയ്ത് കഴിഞ്ഞു. ഏതെങ്കുട്ടിൻ്റെ പിന്നെ നാളെ സമയമുണ്ട് പോകാനാകുമ്പത്തിന്. അപ്പം നാളെ അതും കൂടി ചെയ്ത് തീർക്കണം. നാളെ ഏതിന് കൊണ്ടുപോകാനുള്ളത് രാവിലെ ചെയ്ത് ബാക്കി അവൻ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ചെയ്ത് തീർക്കാം.
കുട്ടിയുടെ പിന്നെ അടുത്ത മൺഡേ, അപ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടി സമയമുണ്ട് എല്ലാം ചെയ്ത് തീർത്ത്. എവിടെ സമയമുണ്ട്? ഇത് മേടിച്ചിട്ട് ഒരു മാസമായില്ലേ? ഇപ്പോൾ 20-ന്. 20-ന് മേടിച്ചു. ഇന്നിപ്പോൾ എത്ര ഡേറ്റ്? അതങ്ങനെയല്ലേ, നമ്മളെല്ലാം ലാസ്റ്റ് 15 ദിവസം ഉണ്ടായിരുന്നു. അന്നേരം അങ്ങോട്ടും ഇങ്ങോട്ട് തേരാപ്പരാടുന്ന സമയം കളഞ്ഞു. അതങ്ങനെയാ. എന്നിട്ട് അവസാന നിമിഷം നാളെ സ്കൂൾ തുറക്കും, ഇന്ന് പോയിരുന്നു അല്ലേ? അത് പിന്നെ പരീക്ഷയ്ക്ക് സ്റ്റഡി ലീവ് ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും പഠിച്ചെങ്കിൽ നമ്മൾ ആരായിരുന്നു? ചെയ്തില്ലല്ലോ. ഞാനൊന്നും പറയുന്നില്ല. നമ്മളിവിടെ വല്ല നിൽക്കുമായിരുന്നു മനുഷ്യ, വല്ല നല്ല ജോലി കിട്ടൂലേ നാട്ടില്? നമുക്ക് വിദേശത്ത് വന്ന് കിടന്ന് കഷ്ടപ്പെടാൻ പണിയുണ്ടായിരുന്നോ? സ്വന്തം നാട്ടിൽ നിന്നൂടായിരുന്നോ? എന്നാല് അത് പറ്റുന്നില്ലല്ലോ. അന്ന് സ്റ്റഡി ലീവിന് പഠിക്കാഞ്ഞോണ്ടായിരിക്കും ചിലപ്പോ എന്ന് വിചാരിച്ച് നമുക്ക് സമാധാനിക്കാം. സ്റ്റഡി ലീവിന് പഠിച്ചായിരുന്നു. എന്നാലും ബാക്കിയൊക്കെ നാളെ പോയി കേട്ടോ. നാളെ രാവിലെ പോയിട്ടോ. അല്ല അത് ഞാൻ ചെയ്യും എന്തായാലും. കൊച്ചു പോകുന്നതിന് മുമ്പ് എൻ്റെ പണികളൊക്കെ തീർക്കും. വർഷമല്ലേ ഇപ്പം നിങ്ങൾ കൂടിയത്? ആദ്യമായിട്ട് വൃത്തിക്ക് ചെയ്തു, കുഴപ്പമില്ല. താങ്ക് യു ഫോർ ദ സർവീസ് കേട്ടോ. നല്ല നീറ്റായിട്ട് ചെയ്തു. അപ്പം ഇനിയും കൂടണേ. എന്തായാലും ആവശ്യം വന്ന അടിയന്തര ഘട്ടങ്ങളിൽ സഹായത്തിന് വരണേ. അപ്പം ഗുഡ് നൈറ്റ്. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഇനിയിപ്പോൾ 3 ടെക്സ്റ്റും കൂടെ നാളെ പൊതിയാനുള്ളൂ. അതും കൂടെ രാവിലെ കൊടുത്തു വിടാനുള്ളത്. അത് ഏതൊരു 11 മണി ആയതുകൊണ്ട് 10 മണി വരെ സമയമുണ്ട്.